എൻ്റെ പേര് ഉദയഗിരിജ, ജീവമാത കരുണി ഭവൻ്റെ ഡയറക്ടറാണ്. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാവരും പറയുന്നു ഞാൻ നന്മമരമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കലും വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ നന്മമരമാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. 2009 തുടങ്ങിയ സ്ഥാപനമാണ് ജീവമാത കരുണി ഭവൻ. നാളിതുവരെ ഒരു പ്രശ്നം ആവാതെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്നു. സത്യം എന്താണെന്ന് നിങ്ങൾ നേരിട്ട് അന്വേഷിച്ച് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളത് വിശ്വസിക്കുക, കമൻ്റ് ഇടുക. ഒരു സ്ത്രീ എന്ന് പറയുന്നത്, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഭർത്താവ് മരിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരുപാട് കഴുകന്മാരുടെ കണ്ണുകൾ അങ്ങോട്ട് വരും. നമ്മൾ അതിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ അവർക്ക് ശത്രുതയാവും. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. 2011 മാർച്ച് 13 എൻ്റെ ഹസ്ബൻഡ്, അതായത് എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡ് വിജിലൻ്റ്, അതായത് രാജേഷ് മരണപ്പെടുന്നത്. ഞാൻ ഈ തേപ്പുപാറയിൽ വരുന്നത് 2014 ഈ തേപ്പുപാറയിൽ ഞാൻ വരുന്നത്. തേപ്പുപാറയിൽ വന്നു ഇങ്ങനൊരു സ്ഥാപനം. തേപ്പുപാറയിൽ പത്തനാപുരം വിട്ടിട്ട് തേപ്പുപാറയിൽ വന്നത് ഗുണ്ടകളായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒളിച്ചു വെക്കാനോ ഒന്നുമല്ല. ഇവിടുത്തെ SNIT കോളേജിലെ, തേപ്പുപാറ SNIT കോളേജിലെ ചെയർമാൻ സാറ് ശ്രീ സദാനന്ദ സാറ് 10 സെന്റ് സ്ഥലം ഇവിടെ ദാനമായിട്ട് തരികയുണ്ടായി. അങ്ങനെ 10 സെന്റ് സ്ഥലം ദാനമായിട്ട് കിട്ടിയത് മുഖേനയാണ് ഞാൻ പത്തനാപുരം അല്ല, പുന്നലയിലായിരുന്നു ആദ്യ സ്ഥാപനം. പുന്നല വിട്ടിട്ട് ഞാനിവിടെ പത്തനാപുരത്ത് ഈ തേപ്പുപാറ വന്ന സ്ഥാപനം ഓരോരുത്തരാ സ്പോൺസർ ചെയ്തത്. ഈ കെട്ടിടമൊക്കെ ഓരോരുത്തർ, ഓരോ ഹാള്, ഓരോ മുറികൾ, അങ്ങനെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടാണ് ഈ ബിൽഡിംഗ് ഇവിടെ വെച്ചത്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയാം. ഞാൻ വളരെയധികം മാനസിക വിഷമത്തിലാണ്. ശരിക്കും ഞാൻ എല്ലാവരും കൂടെ ചേർന്ന് ഒരു പെണ്ണിന് പറ്റത്തില്ല, കഴിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തു. അതായത് ഒരു സ്ഥാപനം 10-70 പേരെ, അമ്മമാര്, കുഞ്ഞുങ്ങൾ, അങ്ങനെ 10-70 പേരെ സംരക്ഷിച്ചു. അപ്പം ആണുങ്ങൾക്ക് പോലും കഴിയാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു. അതാ ഞാൻ ചെയ്ത തെറ്റ്. ഈ ആരുമില്ലാത്തവരെ നോക്കുന്നത് ഒരു പാവുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ആണുങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റും എന്ന് ചിന്തിച്ചെടുത്ത് ഞാൻ ചെയ്തതിൻ്റെ ശിക്ഷയാണ് ഞാനിപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സറിയാത്ത കാര്യത്തിനും ചെയ്യാത്ത കുറ്റത്തിനും എന്നെ ഒരുപാട് ക്രൂശിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമൂഹം മൊത്തത്തിൽ ജനങ്ങൾ ഉൾപ്പെടെ എന്നെ ഒരുപാട് ക്രൂശിക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ടുണ്ടാവാനുള്ളൊരു കാരണം ഈ യൂട്യൂബർമാർ ഇത് ഏറ്റെടുക്കാനുള്ള കാരണം ഷഫിന ബീബി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, എൻ്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡ്, എൻ്റെ രണ്ടാം കല്യാണം കഴിഞ്ഞ് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. എൻ്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് 6-7 വർഷത്തിന് മുന്നേ കുറച്ച് പൈസ എങ്ങോട്ട് കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ, ഒരു വോയിസ് നിങ്ങൾ കേട്ട് കാണും. ആ വോയിസ് ഞാനിപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. എന്റെ ചാനല് ഷഫീന ബീവി തന്നെയാണ് ചാനൽ പേര്. മാഡം തിരക്കിലാണോ? ശകലം, കുഴപ്പമില്ല, പറഞ്ഞോ. എവിടെയാ ഇതിന്റെ ലൊക്കേഷൻ? ഈ ഓർഫനേജിന്റെ തേപ്പുപാറ, ഏഴംകുളം തേപ്പുപാറ, SNIT കോളേജിന്റെ അടുത്ത്. SNIT കോളേജ്, SNIT ഏഴംകുളം. മാഡം ജില്ല? പത്തനംതിട്ട. ജീവമാത കാരുണ്യ ഭവനെ കയറി നോക്കിയാൽ ഗൂഗിൾ കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ മാപ്പ് ഉണ്ട് അതിനകത്ത്. എനിക്ക് ഒരു അജിതയെ മാഡത്തിന് അറിയോ? ഒരു അജിതയെ? അറിയാലോ. അജിത് കുമാരിയാണോ? അറിയാം. അവരെ പറ്റി ഒരു വിഷയം സംസാരിക്കാനാണ് താല്പര്യമാണ്. അതൊരു കോംപ്രമൈസ് ആണ് അവര് ഉദ്ദേശിക്കുന്നത്. അജിതയോ? അജിതയ്ക്ക് മാഡത്തിന്റെ ഹസ്ബൻഡ് ഇല്ലേ, ഇപ്പോ കല്യാണം കഴിച്ച ആള്, പുള്ളി കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ അവരുമായിട്ടുണ്ടത്രേ. അപ്പം അവർക്ക് ഉണ്ടായ നഷ്ടം പുള്ളി കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരത് സീനാക്കും എന്നാ പറയുന്നേ. അത് അവര് തമ്മിലല്ലേ, അത് അവര് സംസാരിക്കാൻ പറയാം. എന്നെ എന്തിനാ വിളിക്കുന്നേ? അവര് എത്തിപ്പെടുന്നത് ആ മറ്റേ ടീമിന്റേതാകുമ്പോൾ ഇതൊന്നുമില്ല. ഒരു 2 months, മാക്സിമം ഒരു 3 months നിങ്ങൾ ഏറി പോകും. പിന്നെ നിങ്ങൾക്ക് നോർമൽ ലൈഫിൽ ലീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ പൂർണ്ണമായും അവര് നാണം കെടുത്തും. കാരണം അവർ തന്നിരിക്കുന്ന വോയിസ് ഞാൻ ഒരെണ്ണം അങ്ങോട്ട് ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മകനെ പറ്റി പറയുന്നുണ്ട്, ഈ കുട്ടി പ്രീമെച്യൂർ ആവുന്നതിന്, അതായത് 18 ആവുന്നതിന് കൺസിഡർ, ഈ അജിത തന്നെ പറയുന്നതാണോ? അപ്പം ആ വോയിസ് പറഞ്ഞേക്കുന്നു 2 ലക്ഷം രൂപ ഞാൻ സെറ്റിൽമെന്റ് 2 ലക്ഷം രൂപ ചോദിച്ചത്. സെറ്റിൽമെന്റ് കൊടുത്താല് അവര് ഇതിനകത്തൊന്നും ഇടപെടത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഏറി കയറ്റും, 2-3 മാസം എന്നെ ഏറി കയറ്റും, എന്നെ നാറ്റിക്കും, സ്ഥാപനം പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു.
അപ്പൊ ഈ 2 ലക്ഷം രൂപ അജിത എന്ന് പറയുന്ന ഒരു സ്ത്രീക്കാ എന്റെ ഹസ്ബൻഡ് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. യൂട്യൂബർ ആണോ ഈ പൈസ വാങ്ങിച്ചു കൊടുക്കേണ്ടത്? അജിതയ്ക്ക് പൈസ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അജിത കോടതിയിൽ പോകണം, പോലീസ് സ്റ്റേഷനിൽ പോകണം. യൂട്യൂബർമാര് ഇടയ്ക്ക് നിന്ന് ആ പൈസ വാങ്ങിച്ചു കൊടുക്കാൻ അങ്ങനെ ഒരു നിയമമുണ്ടോ? എനിക്കറിയത്തില്ല. എന്നെ വിളിച്ച് സംസാരിച്ചതിന്റെ വോയിസ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കേൾക്കാം. ഞാന് എന്റെ കല്യാണം, ഈ രണ്ടാമത് എന്റെ കല്യാണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞാൽ പോരെ എന്ന് ഞാൻ ആ ഷഫിന ബീവിയോട് ചോദിച്ചത്. പുള്ളിക്കാരി പറഞ്ഞു എന്നെ ഒരുപാട് വോയിസ് ഉണ്ട്, എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തോന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്തത് തെറ്റാണോ? അതിനുശേഷമായി ഷഫിന ബീവി എന്റെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരത് മൊത്തം മറച്ചേനെ. യൂട്യൂബുകാര് അങ്ങനെ ഒരു നിയമമില്ലല്ലോ, പൈസ കൊടുക്കാനുള്ളവരുടെ കയ്യിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാം എന്ന്. അങ്ങനൊരു നിയമം ഇതുവരെ വന്നിട്ടില്ലല്ലോ. പിന്നെയെന്ന് വെച്ചാൽ എന്നെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാം തെറ്റാ എന്ന് തെളിയിക്കാൻ എനിക്ക് കഴിയും. പക്ഷെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഒരുപാട് സങ്കടം വന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എന്റെ സത്യസന്ധത ഞാൻ പറയാം. ഒരു യൂട്യൂബിനകത്ത് ഇട്ടേക്കുന്നു 35 വയസ്സുകാരിയെ എന്റെ ബന്ധു പീഡിപ്പിച്ചു, ഞാനത് സമ്മതിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടേക്കുന്നു. യഥാർത്ഥത്തിൽ അത് നടന്നത് എന്നാണെന്നറിയാമോ? 2014 എനിക്ക് ആ വീട്, ഞങ്ങൾ വാടക കെട്ടിടത്തിലായിരുന്നു, ഞങ്ങൾക്ക് വസ്തു ദാനമായിട്ട് കിട്ടി. അങ്ങനെ കെട്ടിടം പണി, ആ വസ്തുവിനകത്ത് ബിൽഡിംഗ് പണി നടന്നില്ല. വേറെ 10 സെന്റ് സ്ഥലം 11 പേര് ചേർന്ന് വാങ്ങിച്ചു തന്നു. അതിനകത്ത് ബിൽഡിങ്ങിന്റെ പണി നടക്കുന്ന സമയത്ത് നമുക്ക് വാടക കെട്ടിടത്തായിരുന്നു അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. ആ വാടകയ്ക്ക് തന്ന സാമി, അതായത് ആ വോയിസ് സംസാരിക്കുന്ന ഒരു ലേഡിയുണ്ട്, സുനന്ദ എന്ന് പറയുന്നത്. ആ സുനന്ദയുടെ ഹസ്ബൻഡിനെ ഈ തേപ്പുപാറയിൽ എല്ലാവർക്കും അറിയാം, ശരിക്കും മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. രാത്രി സമയത്ത് എൻ്റെ അടുത്ത് ഓഫീസിൽ, സ്ഥാപനത്തിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന് മദ്യപിക്കാൻ ശ്രമിക്കുമായിരുന്നു പലവട്ടം. ആ ഒരു കേസ് 2014 ഞാൻ അടൂർ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, രാത്രി കാലങ്ങളിൽ സ്ഥാപനത്തിൽ വന്ന് മദ്യപിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എങ്ങനെ അവരുടെ ശത്രുതയായി, എന്താണ് അവർ പറഞ്ഞതിന്റെ അർത്ഥവും. നിങ്ങൾക്കത് മനസ്സിലായി കാണുമായിരിക്കും. 2014 ഞാൻ അടൂർ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി അന്വേഷിക്കാം. ആ പുള്ളിക്കാരൻ വന്നു, എന്നും വൈകുന്നേരം വന്ന് രാത്രി പോകാൻ പറഞ്ഞാൽ പോലും പോകത്തില്ല. തേപ്പുപാറയിലുള്ള 2-3 ആൾക്കാരോടും, അവിടെ ജംഗ്ഷനിലുള്ള 2-3 ആൾക്കാരോടും ഞാൻ ഇത് പരാതി പറഞ്ഞായിരുന്നു. രാത്രിയായിട്ടും പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകുന്നില്ലെന്ന്. എന്റെ കയ്യിൽ കേസ് കൊടുത്തതിന്റെ റെസിപ്റ്റ് എൻ്റെ കയ്യിലില്ല. പക്ഷെ നിങ്ങൾ അടൂർ സ്റ്റേഷനിൽ പോയാൽ നിങ്ങൾക്ക് 2014 നടന്ന കാര്യങ്ങളാണ്. 2014 ആ ശത്രുത അന്ന് കണ്ടത്. പക്ഷെ അന്ന് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്ന കണ്ട് അന്ന് അല്ലേ അവര് ചെയ്യാൻ. ശരിക്കും അവരൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അന്ന് അവര് നാട്ടുകാരെ കൂട്ടണ്ടേ, ആ പീഡിപ്പിച്ച ആളെ പോലീസ് സ്റ്റേഷന് മുന്നിൽ കൊണ്ടുപോകണ്ടേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് 2025 10 വർഷത്തിന് ശേഷമാണോ ആ സുനന്ദ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു കാര്യം എടുത്തിടുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പിന്നെ ഒരു കാര്യം പറയാം, എനിക്ക് കോടികൾ, 3.5 കോടി രൂപയുടെ ആസ്തിയുണ്ട്, എനിക്ക് കോടിക്കണക്കിന് രൂപയുണ്ട്, എനിക്ക് തെങ്കാശിയിലോ കോയമ്പത്തൂരോ കാശിയിലോ എവിടെങ്ങണ്ടൊക്കെ വസ്തുവുണ്ട് എന്ന് എല്ലാരും പറയുന്നു. ഇവിടെ അന്നെന്നുള്ള ആഹാരം എൻ്റെ അമ്മമാർക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എൻ്റെ അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കാനില്ല. അത് ഞങ്ങൾ വിഷമിക്കുന്നു. ഞങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നു. ഈ കോടികൾ എനിക്കുണ്ടെന്ന് പറയുന്ന ആൾക്കാർ പറക്കോട് സർവീസ് സഹകരണ ബാങ്കില്, നെടുമൺ സർവീസ് സഹകരണ ബാങ്കില്, കുണ്ടയം സർവീസ് സഹകരണ ബാങ്കില് ചെന്നൊന്ന് അന്വേഷിക്കുക ഉദയഗിരിജിക്ക് എത്ര രൂപയുടെ കടമുണ്ടെന്ന്. ഒന്നും കൂടെ പറയാം, പറക്കോട് സർവീസ് സഹകരണ ബാങ്കില്, നെടുമൺ സർവീസ് സഹകരണ ബാങ്കില്, അതേപോലെ കുണ്ടയം സർവീസ് സഹകരണ ബാങ്കില് നിങ്ങൾ ചെന്നൊന്ന് അന്വേഷിച്ച് നോക്കുക. എനിക്ക് പിന്നെ 2 ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്, ഒന്ന് ഇളമണ്ണൂർ SBIയില്, ഒന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പത്തനാപുരത്ത്. ഈ 2 ബാങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കുക എനിക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന്, എന്റെ പിള്ളേരുടെയോ 6 പേർക്ക് എന്തോ ഉണ്ടെന്ന്. കടം അല്ലാതെ എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഒന്നുമേ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇതെങ്ങനെയാ നമ്മൾ സമ്പാദിക്കാൻ പറ്റുന്നത്? ഇങ്ങനെ പറയുന്ന കേട്ടു CSR ഫണ്ട് 12 കോടി രൂപ വന്നു, CSR ഫണ്ട് കിട്ടി. നിങ്ങൾക്ക് നമ്മുടെ ഈ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ വരുന്നത്, ഈ ട്രസ്റ്റിന്റെ അക്കൗണ്ട് ഒറ്റ ബാങ്കേ ഉള്ളൂ, അതായത് SBI ഇളമണ്ണൂര്. നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കാം. നിങ്ങൾക്ക് എന്റെ ആധാറിന്റെ നമ്പരോ അല്ലെങ്കിൽ എന്റെ അക്കൗണ്ട് നമ്പരോ എന്ത് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ സത്യസന്ധമായിട്ട് ഇവിടെ വന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. എന്റെ കയ്യിൽ ഒരു 5 പൈസ എനിക്ക് സമ്പാദ്യമായിട്ട് എനിക്കില്ല. ആ എന്നെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത് മൊത്തം.
പിന്നെയെന്ന് വെച്ചാൽ സുറുമി എന്ന് പറയുന്ന ഒരു ലേഡി, സുറുമിയെ എനിക്ക് കുഞ്ഞുനാളിൽ അറിയാം. പത്തനാപുരത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്തായിരുന്നു അവള് താമസിച്ചുകൊണ്ടിരുന്നത്. പത്തനാപുരത്ത് ഭർത്താവൊക്കെ ഉപേക്ഷിച്ചു പോയി. ഇപ്പൊ വേറെ കല്യാണം കഴിച്ച് കോട്ടയത്ത് അങ്ങാണ്ട് താമസമാണ്. സുറുമി പറഞ്ഞു, അനിലണ്ണനെ അറിയാം. ആദ്യത്തെ വോയിസ് അത് ഞാൻ ഇതിനകത്ത് കേൾപ്പിക്കാം. അനിലണ്ണനെ അറിയാം, അനിലേട്ടനെ കൊന്നത് എന്റെ കാമുകന എന്നൊക്കെ പറഞ്ഞു. എന്റെ ഭർത്താവിന്റെ പേര് രാജേഷ് എന്ന്. രാജേഷ് വിജിലന്റ് എന്ന എന്റെ ഭർത്താവിന്റെ പേര്. ഈ വിജിലന്റ് അല്ലെങ്കിൽ രാജേഷ് എന്ന് വെച്ചാൽ ഒഫീഷ്യൽ വിജിലന്റ്, വീട്ടിൽ വിളിക്കുന്ന രാജേഷ്. ഈ ഇത്രയും അറിയുന്ന ഒരാള് എന്റെ ഭർത്താവിന്റെ പേര് അനിലേട്ടൻ എന്ന് പറഞ്ഞപ്പോ തന്നെ അവിടെ നിങ്ങൾക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയില്ലേ? രാജേഷണ്ണൻ മരിക്കുന്നത് 2011 മാർച്ച് 13 പുന്നല ജംഗ്ഷനിൽ വെച്ചാണ് മരിക്കുന്നത്. നിങ്ങൾ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ കയറി ഒന്ന് അന്വേഷിച്ചാൽ മതി അണ്ണൻ മരിച്ച കാരണം എന്താണ്. അതും പോട്ടെ, സ്റ്റേഷനിൽ പോകണ്ട. പുന്നലയിൽ 2011 ആ സമയത്ത് അണ്ണൻ മരിക്കുന്ന സമയത്ത് ആ പുന്നല ജംഗ്ഷനിലുള്ളവരൊന്നും മരിച്ചൊന്നും പോയിട്ടൊന്നുമില്ല. ആ കടകളിലുള്ളവർ ജംഗ്ഷനിൽ വെച്ചാണ് മരിക്കുന്നത്. ഉല്ലാസ് കുമാർ, സ്പെൻസർ, അജീഷ്, അങ്ങനെയുള്ള നിരവധി പ്രമുഖർ പാർട്ടി സംബന്ധമായിട്ടുള്ളവർ അവിടെ ഉണ്ട്. നിങ്ങൾ അവിടെ ആരെങ്കിലും ഫോൺ ചെയ്ത് നിങ്ങൾ പാർട്ടി മുഖേനയോ അല്ലെങ്കിൽ വ്യക്തി മുഖേനയോ പത്തനാപുരം പുന്നലയിലോ ഒന്ന് അന്വേഷിക്കുക എൻ്റെ അണ്ണൻ എങ്ങനെ മരിച്ചതെന്ന്. നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാൻ പറ്റും. അതല്ല, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു പത്രക്കെട്ടിട്ടേക്കാം, നിങ്ങളതൊന്ന് നോക്ക്. 2011 മാർച്ച് 14 രാവിലത്തെ പത്രത്തിൽ വന്നത് എൻ്റെ രാജേഷണ്ണൻ എങ്ങനെയാണ് മരിച്ചെന്നുള്ളത് അതിനകത്ത് വ്യക്തമാണ്. അതല്ലാതെ ഒരു സുറുമി വന്ന് കാമുകനോട് ഒത്തുപോയി അണ്ണൻ പിടിച്ച് അണ്ണനെ കൊന്നു. ഇത്ര കള്ളക്കഥകൾ പറയുന്ന ഒരു ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഈ പറയുന്ന നിങ്ങൾ ഈ കാണുന്ന, നിങ്ങൾ ഈ കേൾക്കുന്ന, ഈ കമന്റ് ഇടുന്ന ആൾക്കാരുടെ വീട്ടിൽ അമ്മയ്ക്കോ പെങ്ങൾക്കോ ആർക്കെങ്കിലും ഒരു മക്കൾക്കോ ആർക്കെങ്കിലും സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ? നിങ്ങൾ പ്രതികരിക്കത്തില്ലേ? നിങ്ങൾക്ക് അന്വേഷിക്കാം. എല്ലാം സത്യസന്ധമായി എനിക്ക് തെളിവുകളുണ്ട്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കാം. പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കാൻ പാടാന്ന് ഈ പുന്നല ജംഗ്ഷനിലുള്ള ഒരുപാട് പാർട്ടി മുഖേനയുള്ളവരും എല്ലാം ഉണ്ട്. അവർക്കെല്ലാവർക്കും അറിയാം. അതായത് പുന്നല ജംഗ്ഷനിൽ നടന്നൊരു സംഭവമാണ്. അണ്ണനെ കൊന്നവരാരാണെന്ന് എനിക്കിതുവരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ആ കേസ് നടത്തിയത് എൻ്റെ അമ്മായിയമ്മയും അമ്മായിച്ചനും. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. കാണാത്തതിന് വേറൊരു കാര്യമുണ്ട്. എൻ്റെ മോൻ നാളെ ഒരു സമയത്ത് അവരെ കാണുമ്പോൾ ഒരു ദേഷ്യം ഉണ്ടാവരുത്, ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ മോനും എൻ്റെ മോളും അങ്ങോട്ട് നോക്കിയിട്ടില്ല. പോയവര് പോയി, ഒന്നും നോക്കിയിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ. പിന്നെയും പറഞ്ഞു, ഈ രാജേഷണ്ണൻ ഇല്ലായിരുന്നു, സ്ഥാപനം തുടങ്ങിയപ്പോൾ അണ്ണ ഇല്ലായിരുന്നു, ഇതല്ലാതെ തട്ടിക്കൂട്ട രാജേഷണ്ണന്റെ പ്രതിമ വെച്ചു. അത് നിങ്ങൾ ഈ തിരക്കുന്ന സമയത്ത് പത്തനാപുരം പുന്നലയിൽ 2009 ജൂലൈ 24 ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് KB ഗണേഷ് കുമാർ സാറ്. അന്ന് മെമ്പറായിട്ടിരുന്ന സുരേഷ് ബാബു മരിച്ചിട്ടില്ല, ഉല്ലാസ് മരിച്ചിട്ടില്ല, അജീഷ് മരിച്ചിട്ടില്ല, സ്പെൻസറുണ്ട്, എല്ലാവരും ഉണ്ട്, ഇന്നും ജീവനോട് ഇരിപ്പുണ്ട്, ബിജു തുണ്ടിലുണ്ട്. നിങ്ങൾ അവരോട് തിരക്കുക, ഈ രാജേഷണ്ണൻ അണ്ണൻ തുടങ്ങി വെച്ച സ്ഥാപനമാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. പുന്നലയിൽ നിന്ന് അന്വേഷിക്കുക. അണ്ണന്റെ വീട് പുന്നലയിൽ നെല്ലിമുരിപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത്. എന്റെ കാമുകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ 2ാമത് വിവാഹത്തിന് എന്റെ കൂടെ നിന്നത് എന്റെ അമ്മായിമ്മ, അതായത് രാജേഷണ്ണന്റെ അമ്മ. ഞാൻ കാരണമാണ് എന്റെ അണ്ണൻ മരിച്ചത് എന്നുണ്ടെങ്കിൽ എന്റെ അമ്മായിമ്മ എന്റെ കൂടെ നിൽക്കുമോ? എന്റെ മോൻ എന്റെ കൂടെ നിൽക്കുമോ? എന്റെ മോൾ എന്റെ കൂടെ നിൽക്കുമോ? ഞാൻ വിവാഹം കഴിച്ചതാ, രഹസ്യമായിട്ട് പോയതല്ല. 2ാമത് എന്റെ മക്കള് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. മക്കള് പറഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു, അങ്ങനെ കല്യാണം കഴിച്ച് അങ്ങനെ വന്നപ്പോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കളവെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രാജേഷണ്ണനെ കുറിച്ച് 14 വർഷത്തിന് ശേഷമാണ് ഞാനൊരു വിവാഹം കഴിച്ചത്. അതൊരു തെറ്റാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഈ കാണുന്ന കമന്റ് ഇടുന്ന ഈ യൂട്യൂബർ എല്ലാവരും ഇല്ല, എന്നാലും പറയുക, കമന്റ് ഇടുന്ന നിങ്ങളൊന്ന് ചിന്തിക്കുമോ? എനിക്കിപ്പോൾ ഒരു മോളുണ്ട്, മോളെ കെട്ടുന്ന ഒരു മകൻ വരുമ്പോൾ അതെങ്ങനെ അത് അവിഹിതമാവും? എന്നെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട്, എൻ്റെ കൂടെ നിൽക്കാനെ കൊണ്ട്, മോളൊപ്പം അല്ലേ അവൻ നിൽക്കുന്നത്. അപ്പം മരുമക്കള് നല്ല വീട്ടിൽ കുടുംബമായിട്ട് താമസിക്കുന്നവര് മരുമക്കളെ വേറുകൃത്യം കാണിച്ച് നിൽക്കുമോ? മരുമോന്റെ കൂടെ എൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. മരുമോന്റെ കൂടെ മോൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു, മരുമോളെ കൊല്ലാൻ ശ്രമിക്കുന്നു,
ഞാൻ അത്ര ഇതല്ല എന്ന് വെച്ചാൽ എനിക്ക് 4 മക്കളാണ് ഉള്ളത്. മോനായാലും മോളായാലും മരുമോനായാലും മരുമോളായാലും എനിക്കെല്ലാം എൻ്റെ മക്കൾ തന്നെയാണ്. ഈ 15 വർഷം കൊണ്ട് ഞാൻ ഈ സ്ഥാപനത്തെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. ഒരു പേര് ദോഷമോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയോ എൻ്റെ അമ്മമാരെ മാറ്റി നിർത്തിയോ ഞാൻ സംസാരിച്ചിട്ടില്ല. എല്ലാവരും എൻ്റെ മക്കളായി തന്നെ, എല്ലാവരും ഇവിടുത്തെ സ്റ്റാഫ് ഉൾപ്പെടെ എന്നെ അമ്മയെന്നാണ് വിളിക്കാറ്. എനിക്കത് കേൾക്കുന്നത് ആ സന്തോഷം. ആ രീതിയിലേ ഞാൻ അവരോട് നിന്നിട്ടുള്ളൂ. ഒരിക്കലും മക്കള് മരുമക്കള് എന്നൊരു വേറെടുത്ത് ഞാൻ കാണിച്ചിട്ടില്ല. അത് ഇവിടെ ഈ സ്ഥാപനത്തിൽ വരാത്ത എന്നെക്കുറിച്ച് അറിയാത്ത കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും ആലപ്പുഴയിലും എറണാകുളത്തും ഒക്കെ ഇരിക്കുന്നവരാണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? നിങ്ങൾ ഈ പറയുമ്പോൾ ഒരു കുടുംബമാണ് നശിക്കുന്നത്. എൻ്റെ മനസ്സമാധാനം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അന്തേവാസികൾ, എൻ്റെ അമ്മമാര്, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിട്ടുപോയി, അവർ കൊണ്ടുപോയി. ഇനി എൻ്റെ അമ്മമാരുണ്ട്. അമ്മമാരെയും കൂടെ മാറ്റിക്കൊണ്ട് പോകാനെ കൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാണിക്കുന്നത്. പിന്നെ ഈശ്വരൻ എന്തുവാണെന്ന് വെച്ചാൽ അങ്ങനല്ലേ വരുത്തത്തുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ വാർഡ് മെമ്പർ ഒരു യൂട്യൂബർക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തു. എന്തടിസ്ഥാനത്തിലാണ് ആ വാർഡ് മെമ്പർ അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. കഴിഞ്ഞ ക്രിസ്മസിനും ഇവിടെ വന്ന് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കൂടെ ഡാൻസ് കളിക്കുന്ന വീഡിയോ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 2024 ക്രിസ്മസ് ഡിസംബർ 25-ാം തീയതിയുള്ള നമ്മുടെ ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണാൻ കഴിയും. അമ്മമാരുടെയും കുഞ്ഞുങ്ങളെയും ഒപ്പം നിന്ന് ഡാൻസ് കളിച്ച ശാന്തി കെ കുട്ടൻ എന്ന് പറയുന്ന ഒരു വാർഡ് മെമ്പർ. പുള്ളിക്കാരി പറഞ്ഞത് എല്ലാ മാസവും കൃത്യമായിട്ട് PHSയിൽ നിന്ന്, അതായത് കൈതപ്പറമ്പ് PHSയിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട്. വരുമ്പം കുഞ്ഞുങ്ങളെ കാണും, കുഞ്ഞുങ്ങൾ വൃത്തിയില്ല എന്ന് പറഞ്ഞു. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വട്ടം പോലും ഇവിടെ PHSയിൽ നിന്ന് മെഡിക്കൽ ക്യാമ്പ് നടന്നിട്ടില്ല. ഇവിടെ ഓൾഡ് ഏജ് ഹോമിലെ അമ്മമാർക്ക് വേണ്ടി മാത്രമേ മെഡിക്കൽ ക്യാമ്പ് നടന്നിട്ടുള്ളൂ. അതും കുഞ്ഞുങ്ങളുള്ളത് ശനിയും ഞായറും മാത്രമാണ്. ഈ ഇടയുള്ള ദിവസങ്ങളിലാണ് ഇവിടുത്തെ PHSയിൽ നിന്ന് ആൾക്കാർ വരുന്നത്. അമ്മമാരെ മാത്രമേ, അത് നമ്മുടെ ഫേസ്ബുക്കിനകത്ത് കിടപ്പുണ്ട്, അമ്മമാരുടെ മെഡിക്കൽ ക്യാമ്പ് കിടപ്പുണ്ട്. ഒരു വട്ടം പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടന്നിട്ടില്ല. ആ മെമ്പറാണ് ഇവിടുത്തെ വാർഡ് മെമ്പറാണ് പറഞ്ഞത് എല്ലാ മാസവും കൃത്യമായിട്ട് വരും, കുഞ്ഞുങ്ങൾക്ക് വൃത്തിയില്ലെന്ന്. ശാന്തി കെ കുട്ടൻ എന്ന് പറയുന്ന ഈ മെമ്പർ നമ്മുടെ കുഞ്ഞുങ്ങളോട് വളരെ അടുത്ത് സംസാരിക്കുകയും അവരെക്കുറിച്ച് വളരെ നല്ലതായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന അന്ന് രാവിലെയും ശാന്തി കുട്ടൻ നമ്മുടെ സ്ഥാപനത്തിൽ വരികയും നമ്മുടെ അനാമിയോടും കുഞ്ഞിനോടും ഇവിടുത്തെ ആൾക്കാരോടും സ്റ്റാഫുകളോടും സംസാരിച്ചതിന് തെളിവുണ്ട്, നമ്മുടെ ക്യാമറയ്ക്കകത്തുണ്ട്. അപ്പൊ അത്രയും കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്ന് യൂട്യൂബർമാരോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇതിനകത്ത് എന്താണ് ശാന്തി കെ കുട്ടൻ എന്ന് പറയുന്ന വാർഡ് മെമ്പർ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? അത് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇവിടെ വന്ന് മുഖം ചിരിച്ചു കാണിച്ചിട്ട് അവിടോട്ട് പോയിട്ട് അതെന്താണ് അങ്ങനെ? നിങ്ങൾക്ക് ഈ വാർഡ് മെമ്പർ ഒരു വട്ടം എങ്കിലും ഇവിടെ വന്ന് ഇവിടുത്തെ പ്രശ്നം എന്താണ് എന്നറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. വല്ലയിടത്തും കിടക്കുന്ന യൂട്യൂബർമാരെ വിളിച്ചിട്ട് അവരോട് സംസാരിക്കുന്നു. ആ സമയത്ത് ഇവിടെ കയറി ഇവിടെ വന്ന് ഓഫീസിൽ വന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മമാരോട് സംസാരിച്ച് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ്, ഈ ഓരോ കാര്യങ്ങളും സംസാരിക്കാൻ ഒരു സമയം കണ്ടുപിടിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? ആ യൂട്യൂബിനകത്ത് പറയുന്നു ഞാൻ അങ്ങോട്ട് പോയില്ല, സംസാരിച്ചില്ല, ഇനി പോണം എന്ന് പറഞ്ഞു. അന്ന് രാവിലെയും ശാന്തി കെ കുട്ടൻ ഇവിടെ വന്നിരുന്നു, ഇവിടുത്തെ എല്ലാവരോടും സംസാരിച്ചായിരുന്നു, അനാമികയുടെ ഉൾപ്പെടെ സംസാരിച്ചായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ കെന്നഡി ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ 2-3 വട്ടം കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്നോട് ഇത്ര വൈരാഗ്യം വന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു ദിവസം സാമൂഹ്യനീതി ഒപ്പിൽ നിന്ന് ഫോൺ വന്നു, പത്തനംതിട്ടയിലുള്ള ഒരു സ്ഥാപനം പൂട്ടാൻ പോവാ, നിങ്ങൾ വന്ന് അമ്മമാരെ കൊണ്ടുപോകണം. ബാക്കി 3 സ്ഥാപനക്കാരും കൂടെ ഉണ്ട്. ഒന്ന് മഹാത്മാ ജനസേവന കേന്ദ്രം, ഒന്ന് ഗിൽഗാൽ ആശ്വാസഭവൻ, ഒന്ന് കാരുണ്യ ഭവൻ മല്ലപ്പള്ളി, ശാലോം കാരുണ്യ ഭവൻ. ഈ 4 സ്ഥാപനത്തിലേട്ടാണ് അവിടുത്തെ അന്തേവാസികളെ മാറ്റുന്നതെന്ന് പറഞ്ഞു. സ്ഥാപനത്തിന്റെ പേര് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. അതിന്റെ പിറ്റേന്ന് രാവിലെ പ്രക്കാനത്ത് വണ്ടിയുമായിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് വണ്ടി വിളിച്ചുകൊണ്ട് പ്രക്കാനത്ത് പോയി. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് കെന്നഡി ചാക്കോയുടെ സ്ഥാപനം പൂട്ടുക, അവിടുത്തെ ആൾക്കാരെ മാറ്റി, സ്ത്രീകളെ ഇവിടെ തന്നു, പുരുഷന്മാരെ 3 സ്ഥാപനത്തിലോട്ട് മാറ്റി. അതിൽ ഞാൻ ചെയ്ത തെറ്റെന്താണ് എനിക്കറിയത്തില്ല. പുള്ളിക്കാരൻ എന്നോട് ഇത്രയും വ്യക്തിവൈരാഗ്യം വരാനുള്ള കാരണം എന്താണെന്ന് കൂടി എനിക്കറിയത്തില്ല. അനാമിയെ പ്രഗ്നന്റ് ആയിരുന്ന കാര്യം കല്യാണത്തിന് മുന്നേ കെന്നഡി ചാക്കോ അറിഞ്ഞു എന്ന് പരസ്യമായിട്ട് പറഞ്ഞു. സത്യം പറയാൻ ഞാൻ അറിഞ്ഞിട്ടില്ല. എങ്ങനെ കെന്നഡി ചാക്കോയെ അറിഞ്ഞെന്ന് ചോദിച്ചാൽ സത്യത്തിൽ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്ത് ചോദിക്കേണ്ടതല്ലേ, സത്യം മറച്ചു വെച്ചേന്.
ഒരു പോക്സോ കേസിലെ ഒരു കാര്യം മറച്ചു വെച്ചതിന് കെന്നഡി ചാക്കോയുടെ അല്ലേ ചോദിക്കേണ്ടത്? ഞാനിത് അറിഞ്ഞിട്ടില്ല. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഡെഡ് ബോഡി നമ്മൾ വിൽക്കുവാണെന്നും നമ്മൾ അല്ലാതുള്ള അമ്മമാരുടെ തലക്കടിച്ച് കൊല്ലുവാന്നും നമ്മൾ പീഡിപ്പിക്കുവാന്നും എന്നൊക്കെ. ഇത് കേരളമല്ലേ? ഒരമ്മയുടെ ബോഡി അങ്ങനെ വിൽക്കാൻ പറ്റുമോ? അങ്ങനെ വിൽക്കുകയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമോ? സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് വന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നു സാമൂഹ്യനീതി വകുപ്പ് അങ്ങനെ എങ്ങനെയാണ്. അവർ സത്യസന്ധതയല്ലേ നോക്കത്തുള്ളൂ. അവർ വന്ന് എല്ലാം നോക്കി അമ്മമാരോട് സംസാരിച്ചു, അവരെല്ലാം ഓക്കെയാണ്. ഈ യൂട്യൂബർമാർക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. അവർ ഈ സ്ഥാപനം എനിക്കെതിരെ നിൽക്കുന്നു. മെയിനായിട്ട് 2-3 പേര്. ഒരാൾക്ക് 2 ലക്ഷം രൂപ കൊടുത്ത് അയാളങ്ങ് ഒതുങ്ങിപ്പോവും. ഒരാൾക്ക് എന്താണ് വൈരാഗ്യം എന്ന് എനിക്കറിയില്ല. കൊച്ചുനാളിലെ കണ്ട സുറുമി, അവർക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ 1-2 പേര് എനിക്കെതിരെ നിൽക്കുന്നു. അതല്ലാതെ സാമൂഹ്യനീതി വകുപ്പോ കളക്ടറോ ഒരിക്കലും അവരൊന്നും സത്യത്തിന് നിരക്കാത്തതിന് കൂട്ടി നിൽക്കുന്നവരല്ല. നമ്മൾ സത്യസന്ധമായതുകൊണ്ട് നമ്മളെ അറിയുന്നു. പിന്നെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ തേപ്പുപാറ പൗരസമിതിക്കാരോടാണ്. തേപ്പുപാറ പൗരസമിതിക്കാർ, നിങ്ങൾ തേപ്പുപാറയിൽ ഞാനൊരു സ്ഥാപനം വിട്ട് ഇവിടെ വന്നിട്ടിപ്പം 2014 തേപ്പുപാറ എത്തി. ഇപ്പം 2025 11 വർഷം കൊണ്ട് ഞാൻ ഈ തേപ്പുപാറയിലുണ്ട്. ഇന്ന് വരെ ഒരാളോട് ഞാൻ വൃത്തിയോട് പറയുകയോ മോശമായിട്ട് സംസാരിക്കുകയോ മോശമായിട്ട് പെരുമാറുകയോ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളോട് അല്ലെ അമ്മമാരോട് സ്കൂളിൽ പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ നോക്കുക, കുഞ്ഞുങ്ങളെ ഫിസിലടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേന് അവളോട്ട് ഇറങ്ങിപ്പോയി ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ കുറച്ച് നേരം അവരിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ഇന്ന് വരെ ഒരാളോട് മോശമായി സംസാരിക്കാനോ പെരുമാറാനോ ഞാൻ നിന്നിട്ടില്ല. നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇവിടെ വന്നിട്ട് അമ്മമാരെ പീഡിപ്പിക്കാനോ അമ്മമാരെ ഉപദ്രവിക്കാനോ ഞാൻ നിന്നിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ കോടിക്കണക്കിന് പണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പാർക്കോട് സർവീസ് സഹകരണ ബാങ്ക് തേപ്പുപാറയുള്ളവർക്കൊക്കെ അറിയാലോ. നമ്മുടെ അവിടെ ഉള്ള മെമ്പർമാരെല്ലാം ഇവിടെ ഉണ്ട്. തേപ്പുപാറ ഈ ഏഴംകുളം സർവീസ് സഹകരണ ബാങ്കിൽ, പാർക്കോട് സർവീസ് സഹകരണ ബാങ്കിൽ, നെടുമൺ സർവീസ് സഹകരണ ബാങ്കിൽ രണ്ടും എനിക്ക് ജപ്തിയായിട്ട് കിടക്കുക. രണ്ടും കൂടെ എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ഒരു 22 ലക്ഷം രൂപയോളം കടവ. പിന്നെ കുണ്ടേ സർവീസ് സഹകരണ ബാങ്കിൽ നിങ്ങൾ പോയി അന്വേഷിച്ചാൽ മതി. ഉദയഗിരിജെന്ന് പറഞ്ഞാൽ മതി, അവരെടുത്തു തരും എൻ്റെ സമ്പാദ്യം എന്താണെന്ന്. അവിടുന്ന് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് നിങ്ങളിങ്ങനെ കുറ്റം പറയുന്നത്? ഞാൻ അതിനു വേണ്ടിയിട്ട് നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഈ ഒരു സ്ഥാപനം ഒറ്റയ്ക്ക് നിന്ന് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുവന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇതുവരെ CWC അല്ലെങ്കിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഈ സ്ഥാപനം പൂട്ടിയിട്ടില്ല. പൂട്ടാൻ ഞാൻ എഴുതി കൊടുത്തു. അത് പൂട്ടാൻ എഴുതി കൊടുത്തത് വേറൊന്നും കൊണ്ടല്ല. ഇത്രയും നാളെ ഞാൻ കഷ്ടപ്പെട്ട് എനിക്കിതുവരെ 2017 ചിൽഡ്രൻസ് ഹോമിന്റെ ലൈസൻസ് കിട്ടുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഏകദേശം ഒരു 120 കുഞ്ഞുങ്ങളോളം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാതെ വന്ന, ഒരു നിവൃത്തിയില്ലാതെ വന്ന കുഞ്ഞുങ്ങൾക്ക്, ഉടുതുണിയോടെ വന്ന കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ്, ഭക്ഷണം, സ്കൂളിൽ പോകാനുള്ളത് എല്ലാം റെഡിയാക്കി ഞാൻ എൻ്റെ കഴിവുകൊണ്ടല്ലേ. നമ്മൾ ഓരോ സ്പോൺസർമാരോട് പറഞ്ഞ് അവരുടെ കാല് പിടിച്ച് കുഞ്ഞുങ്ങളെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് പല സാഹചര്യത്തിൽ വന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് മാനസികമായിട്ട് അവർ ഒരുപാട് വിഷമിച്ചിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ ഒരു കൗൺസിലർ ഇവിടെ ഉണ്ട്. അങ്ങനെ അവരെല്ലാം ഞാൻ സംരക്ഷിച്ചു കൊണ്ടുവന്നിട്ട് ഇത്രയും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട്, ഞാൻ രാവും പകലും ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടത്. രാവിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉൾപ്പെടെ ഊണും ഉറക്കമില്ലാതെ ഞാൻ അതിൻ്റെ പുറകെ ഓടിയിട്ട് അവസാനം ഈ സാമൂഹ്യനീതി ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്നോട് കാണിച്ചത് അത് വെച്ചിട്ട് ഞാനായിട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തത്. പേടിച്ചിട്ടൊന്നുമല്ല എഴുതി കൊടുത്തത്. മനസ്സ് നല്ലവണ്ണം വേദനിച്ചിട്ടാണ് സ്ഥാപനം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതി കൊടുത്തത്. നിങ്ങളിപ്പോൾ ഇത് ഓരോന്നെടുത്ത് കണ്ടന്റായിട്ട് എടുത്ത് ഇതിൻ്റെ നെഗറ്റീവ് എടുത്തിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുന്നവരുണ്ട്. നിങ്ങളോട് ഞാൻ പറയുക, നിങ്ങൾക്കിതുകൊണ്ട് എന്താണ് പ്രയോജനം? ഒരാളെ ഇങ്ങനെ ദ്രോഹിച്ചിട്ട്, ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഒരു ഉറുമ്പിനെ പോലും ഞാൻ ഇതുവരെ നോവിച്ചിട്ടില്ല. എല്ലാവരെയും സഹായിച്ചിട്ടേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ വീട്ടിൽ നിന്ന് ഇവിടെ പേരൻസ് എന്ന് വെച്ചാൽ ഒന്നി സിംഗിൾ പേരൻ്റ് ആയിരിക്കും, ഒന്നി അമ്മ, അച്ഛൻ അങ്ങനെ ഇല്ല, വരാറില്ല. അമ്മമാർ കൊണ്ടുവരുന്ന അവർക്ക് വണ്ടിക്കൂലിക്ക് വരെ പൈസ കൊടുത്തിട്ടേ ഞാൻ വിട്ടിട്ടുള്ളൂ. അവരുടെ വിഷമം കണ്ടിട്ട്, അവരുടെ സങ്കടം കണ്ടിട്ട് അങ്ങനെ വരെ സഹായിച്ചുകൊണ്ടേയിരുന്നത് ഞാൻ. കല്യാണം എന്ന് പറയുന്നത് അവർക്ക് അനാമിയയ്ക്ക് ഒക്ടോബർ 9 കല്യാണം, 18 വയസ്സ് പൂർത്തിയായത്. പക്ഷെ അതിനു മുന്നേ, അതായത് എൻ്റെ മോൻ ഗൾഫിൽ നിന്ന സമയത്ത് പോലും എനിക്ക് അനാമിയെ ഇഷ്ടമായിരുന്നു. അങ്ങനെയാ എൻ്റെ മരുമോളായിട്ട് ഞാൻ അവളെ സ്വീകരിച്ചത്. ആ അനാമികയെ ഞാൻ കൊല്ലും എന്ന് നിങ്ങൾ എത്ര യൂട്യൂബുകാരെ പറഞ്ഞു 3 വർഷത്തിനകം കൊല്ലും. കെന്നഡി ചാക്കോ വരെയും പറഞ്ഞേക്കുന്നു
3 വർഷത്തിനകം ഞാൻ അനാമിയെ കൊല്ലും, തട്ടുമെന്നൊക്കെ. അനാമിക എൻ്റെ മോള, ആരെങ്കിലും മക്കളെ കൊല്ലുവോ? അത് തന്നെയല്ല ഇതെന്തോ വെള്ളരിക്കപ്പെട്ടണോ ഒരാളെ അങ്ങ് പെട്ടെന്ന് കൊന്നിട്ട് അന്തസ്സായിട്ട് നടക്കാനെ കൊണ്ട്. അതേപോലെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന എൻ്റെ ഇപ്പം ഫോട്ടോ വെച്ചിട്ട് ഗണേഷ് കുമാർ സാറിൻ്റെയും കൂടെ ഫോട്ടോ വെച്ചിട്ട് ഓരോന്നിടുന്നു, ചിറ്റേ സാറിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഓരോന്നിടുന്നു, സിനികുമാർ സാറിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഓരോന്നിടുന്നു. ഞാൻ ഗുരുതുല്യനായിട്ട് കാണുന്ന വ്യക്തികൾ അവരൊക്കെ. എനിക്കൊരു ആവശ്യം വന്നാൽ, ആവശ്യം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല കേട്ടോ, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ഒരു സർട്ടിഫിക്കറ്റ്, അതായത് സ്കൂളിൽ +2ൻ്റെ +1ൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ്, ഒരു അഡ്മിഷൻ, അതൊക്കെ സംബന്ധിച്ച് ഞാൻ ചെന്ന് കാണുന്ന വ്യക്തികളാണ് അവരൊക്കെ. എന്നതിലുപരി ഞാൻ ഒരിക്കലും അവരെ മോശമായിട്ട് കാണുകയോ അവരെന്നെ മോശമായിട്ട് കാണുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നിങ്ങൾ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും? അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വഴിയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? എന്തിനാ ഈ യൂട്യൂബേഴ്സുകാർ എൻ്റെ ജീവിതം ഇങ്ങനെ ഇട്ട്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 2ാമത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ, എന്തിനാണ് എന്നെ ഇങ്ങനെ പഴിചാരി ഇല്ലാത്തതെല്ലാം പറഞ്ഞ് ഇങ്ങനെ എൻ്റെ ജീവിതം, ഈ ഒരു ജീവിതം, ദൈവം തന്ന ഈ ഒരു ജീവിതം ഇല്ലാതാക്കി തരുന്നത്? നിങ്ങളുടെ വീട്ടിലും ആൾക്കാരില്ലേ, പെങ്ങന്മാരില്ലേ, അമ്മമാരില്ലേ? എന്നെ ഒരു അമ്മയായിട്ടോ ഒരു പെങ്ങളായിട്ടോ നിങ്ങൾക്ക് കണ്ടൂടെ? ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ ബോധ്യപ്പെടും. നിങ്ങൾ പറയുന്നു, ശവം വയ്ക്കുന്നു, കോടിക്കണക്കിന് ഉണ്ടാക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. നിങ്ങൾ ഇവിടെ വന്ന സത്യാവസ്ഥ നിങ്ങളൊന്ന് കേക്ക്, അന്വേഷിക്കുക. എല്ലാത്തിനും എൻ്റെ തെളിവുണ്ട്, എൻ്റെ ഒരു ആയഷണം മരിച്ചത് ഉൾപ്പെടെ. നിങ്ങളതൊന്ന് അന്വേഷിക്കുക. അന്വേഷിച്ചിട്ട് കാമുകനുമായിട്ട് ഭർത്താവിനെ കൊന്ന്, ഒരു ഭാര്യയുടെ ഒരു ഭർത്താവ് മരിച്ച ഒരു ഭാര്യയുടെ ഒരു സങ്കടം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വീട്ടിൽ അമ്മ കാണുമല്ലോ, അല്ലെങ്കിൽ അച്ഛൻ കാണുമല്ലോ. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളുടെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. 14 വർഷം ഞാൻ അനുഭവിച്ചതാണ്. നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളതൊന്ന് അന്വേഷിക്കുക. പത്തനാപുരം പോലീസ് സ്റ്റേഷനിലുണ്ട് അത്. വ്യക്തി ആ ചെയ്ത ആ വ്യക്തിയെ കേസാക്കിയതും എല്ലാം പത്തനാപുരം പോലീസ് സ്റ്റേഷനിലുണ്ട്. 2000 നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി എടുക്കാം. അതായത് 2011 മാർച്ച് 13-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് അറിഞ്ഞിട്ട്, യൂട്യൂബറുകാർ ഇങ്ങനെ ഒരാളിങ്ങനെ പറഞ്ഞു, വ്യക്തി വൈരാഗ്യം തീർക്കാൻ ഒരാളിങ്ങനെ പറയുന്നു, അതെടുത്ത് അടുത്ത ആളിടുന്നു. നിങ്ങൾക്ക് പൈസയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കമൻസും ഫോളോവേഴ്സും ഒക്കെ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിനകത്ത് പെടുന്നത് ഒരു ജീവിതമാണ്. കുറെ ഞങ്ങൾ 3-4 പേരുടെ ജീവിതം, ഞങ്ങളുടെ 3-4 പേരെ സമൂഹത്തിലുള്ള വില, ഇത്രയും കഷ്ടപ്പെട്ട് 10-14 വർഷം കഷ്ടപ്പെട്ട് എൻ്റെ രാഷണം മരിച്ചതിന് ശേഷം ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു പേര്, ഇതേപോലെ ഞാൻ വിഷമിച്ച എൻ്റെ രാഷണം മരിച്ചത് പോലും ഞാൻ ഇത്രയും തകർന്നിട്ടില്ല. എന്നുവെച്ചാൽ അത്രയ്ക്ക് മോശമായിട്ടല്ലേ നിങ്ങളെല്ലാവരും എന്നെ പറയുന്നത്. അതിന് ഞാൻ എന്താണ്, ഞാൻ നിങ്ങളോട് ചെയ്ത തെറ്റ് അതെന്താണ്? ഇത്രയും പേരെ ഇത്രയും നാൾ സംരക്ഷിച്ചതാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് അനാമിക വിഷ്ണുവിൻ്റെ കാര്യമല്ലേ. അനാമിക എന്ന് വെച്ചാൽ അവൾക്ക് 18 വയസ്സാവുന്നതിന് 2-3 മാസം, 3-4 ഒരു എൻ്റെ ഉണ്ണി ഗൾഫിൽ നിന്നൊക്കെ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അവളുടെ കാര്യം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ഞാനിവിടെ. എന്ന് വെച്ചാൽ നാളെ സമയത്ത് 18 വയസ്സ് കഴിയുമ്പോൾ എൻ്റെ മരുമോളാക്കാം എന്ന രീതിയിൽ അവളെ ഞാൻ എൻ്റെ മോളായിട്ട് തന്നെ അങ്ങ് എടുത്തായിരുന്നു. അപ്പോഴും കല്യാണത്തിന് മുന്നേ തന്നെ ഇവിടെ വന്നിട്ടുള്ള സ്പോൺസർമാർക്ക്, ഗസ്റ്റുകൾക്ക്, പിന്നെ ഡിപ്പാർട്ട്മെന്റ് ബേസിൽ ഓരോ ഫംഗ്ഷന് വന്നവർക്കെല്ലാം അറിയാം ഇവിടുത്തെ ഓരോ ഫംഗ്ഷനും കോർഡിനേറ്റ് ചെയ്യുന്നത് അനാമികയായിരുന്നു. അത്രയ്ക്ക് അവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടുള്ളൂ എന്ന് നിങ്ങൾക്കറിയുന്ന പോലെ എനിക്കും അറിയത്തുള്ളൂ. ഇന്ന് വരെ എൻ്റെ അടുത്തും അവരൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഞാനൊരു അമ്മയല്ലേ, എൻ്റെ അടുത്ത് എങ്ങനെയാണ് അവരെന്തെങ്കിലും പറയുമോ? എനിക്കറിയത്തില്ല. അതിപ്പം കേസായിട്ട് നടക്കും. അതിനെക്കുറിച്ച് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. സത്യത്തിൽ എനിക്കും അറിയത്തില്ല. എനിക്കും അറിയാത്ത കാര്യം ഞാൻ ഇന്നും ഈ സമയത്തും ഞാൻ അനാമിയോട് ചോദിച്ചു. അവളൊന്നും പറയുന്നില്ല. അവൾ പറയാതെ എങ്ങനെയാണ് ഞാൻ അറിയുന്നത്? അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ എൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നു. ഈ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞൊരു തെറ്റ് ചെയ്താൽ അത് വീട്ടിലെ അച്ഛനും അമ്മയോടും പറയുമോ? നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാനൊരു അമ്മയാണ്. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യാനെ കൊണ്ട്, ഇങ്ങനൊരു സ്ഥാപനം നടത്തുന്ന ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യാൻ ഞാൻ അനുവദിക്കുമോ? ഒരു പക്ഷെ അങ്ങനെ ഒരു തെറ്റ് വന്നു എനിക്കത് അറിയാമെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടാവുമോ? അതുണ്ടാവാതിരിക്കാൻ ശ്രമിക്കത്തില്ലേ? അപ്പം നിങ്ങളത് എന്നെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. ഒരമ്മയുടെ അവസ്ഥ നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെയെന്ന് വെച്ചാൽ ആദ്യമേ ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ എനിക്കെതിരെ വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ആകെ പതറി എന്ന് പറയാം. ആ സമയത്ത് ഇപ്പം എൻ്റെ മോനെ മരുമോളെ വെറുതെ വിടുന്നില്ല. എൻ്റെ മോളെ മരുമോനെ
ഇപ്പൊ എല്ലാം അച്ചു ഓഫീസിൽ ഒരു ഫോൺ വന്ന് എന്റെ ഫോണിനകത്ത് ഒരു കോൾ വന്ന് ഇപ്പം കുഞ്ഞുങ്ങൾ എന്നെ കൊണ്ട് ഫോൺ എടുപ്പിക്കുന്നില്ല. ഒരു ഫോൺ വന്നാൽ ഉടനെ അത് റെക്കോർഡ് ചെയ്യുക. പിന്നെ അത് സുജിത്ത് പ്രതികരിക്കുന്നു. സുജിത്ത് അങ്ങനെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. അവിടെ അങ്ങനെ ഇങ്ങനെ. എന്തിനാ ഇതൊക്കെ? നിങ്ങൾ നേരിട്ട് വാ. നിങ്ങളോട് ആദ്യം ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ നേരിട്ട് വാ. ഒരു യൂട്യൂബർ ഇവിടെ വന്നു എൻ്റെ മരുമോനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇതേപോലെ നല്ലതാ മോനെ, നിങ്ങളെ കുറിച്ചാണോ ഇങ്ങനെ തെറ്റുകൾ പറയുന്നത്, നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഇവിടെ വന്ന് അമ്മമാരെ കണ്ട് സംസാരിച്ചു. എല്ലാം നല്ലത് എന്ന് പറഞ്ഞിട്ട് താഴോട്ടിറങ്ങിയിട്ട് തിരിച്ചങ്ങ് വീഡിയോ ഇട്ട് അവിടെ അങ്ങനെയാ സുജിത്തിന് എന്നോട് എന്താണ്ടൊക്കെ പറയാനുണ്ടായിരുന്നു, ഈ അവിടെ അമ്മമാരെ നോക്കുന്നില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. അങ്ങനെയുള്ള കള്ളത്തരത്തിലുള്ള യൂട്യൂബർമാരല്ല വരേണ്ടത്. സത്യസന്ധമായിട്ടുള്ളവർ വരിക. ഞാൻ നിങ്ങളോട് സംസാരിക്കാം. എൻ്റെ മരുമോനുണ്ട്, എൻ്റെ മോളുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞു ഞാൻ ഒളിച്ചോടി, എന്നെ ബാംഗ്ലൂരിൽ നിന്ന് പിടിച്ചു, എന്നെ അവിടുന്ന് പിടിച്ചു, ഇവിടുന്ന് പിടിച്ചു, കൊച്ചിയിൽ നിന്ന് പിടിച്ചു. ഞാൻ എങ്ങും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇത്രയും പ്രശ്നമായതുകൊണ്ട് ഞാൻ ഫോൺ പോലും എടുക്കാൻ നിന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിട്ട് പോയപ്പോൾ തന്നെ ഞാൻ പകുതി ചത്തൊരവസ്ഥയായി. അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എവിടെ പോകാനാ? ഞാൻ അതിന് എന്താ തെറ്റാ ചെയ്തത്? പോകത്തക്ക രീതി ഒളിച്ചോടാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അനാമിക വിഷ്ണുവിന്റെ കാര്യം എനിക്ക് അറിയാവുന്ന കാര്യമല്ല. എനിക്കറിയാത്ത കാര്യത്തിന് എന്നെ പ്രതിപട്ടിയെ ചേർത്തിട്ടില്ല. ഞാൻ അറിയാത്തൊരു കാര്യത്തിന് ഞാൻ എങ്ങനെ ശിക്ഷ ഞാൻ വാങ്ങും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം നടത്തുന്ന ഡയറക്ടർ എന്ന നിലയ്ക്ക് അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റ് ചെയ്യുമോ? എനിക്കറിയില്ല ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്കറിയത്തില്ലേ. അപ്പൊ ഞാൻ അവരങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അതിന് കൂട്ടു നിൽക്കുമോ? ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് ഞാൻ അതിനും ഒരുപാട് ഇപ്പൊ എന്ന് വെച്ചാൽ പറയുന്നതെന്ന് വെച്ചാൽ എന്നെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്നത്. എനിക്ക് 2 മക്കളുണ്ട്, 2 ആണുങ്ങളുണ്ട് എനിക്ക്. അതായത് എൻ്റെ വിഷ്ണുവും സുജിത്തും. എൻ്റെ ആമ്പിള്ളാര് എൻ്റെ കൂടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്തെല്ലാം വൃത്തികേടാണ്. നിങ്ങളുടെ വീട്ടിലും അമ്മമാരുണ്ടല്ലോ, അല്ലെങ്കിൽ പെങ്ങന്മാരുണ്ടല്ലോ, ആരെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? എന്നിട്ട് ഞങ്ങളെല്ലാം സൈലന്റ് ആയിട്ടിരിക്കുമല്ലേ, തിരിച്ചൊന്നും പ്രതികരിക്കാതെ. പിന്നെയും ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് വന്ന് ഇങ്ങനെ പറഞ്ഞ് തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് രണ്ടാമത് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. ഇനി ഒരു വീഡിയോ ഇടാനെ കൊണ്ട് വയ്യ എനിക്ക്. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്? സത്യമായ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള ഇടം നിങ്ങൾക്ക് ബാങ്കിന് എൻ്റെ ആധാറിന്റെ നമ്പർ വേണമെങ്കിൽ തരാം. ഇപ്പൊ ആധാർ മുഖേനയല്ല എല്ലാം. ആധാറിനെ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും എനിക്ക് ബാങ്ക് ബാലൻസ്, അല്ലെങ്കിൽ സ്ഥാപനമല്ലാതെ. പിന്നെ എൻ്റെ അമ്മ ഊഹിരി തന്നെ വീടുണ്ട്. അതായത് എല്ലാം കൂടെ ഒരു 4 സെന്റ് സ്ഥലം. അതല്ലാതെ 1 സെന്റ് സ്ഥലം പോലും എൻ്റെ പേർക്ക് ഈ ഇരിക്കുന്ന വസ്തുക്കൾ, അതായത് നെടുമൺ സർവീസ് എന്ന ബാങ്കിലും പറക്കോട് സർവീസ് എന്ന ബാങ്കിലും ഇരുന്ന് ലേലം വെക്കാൻ വെച്ചിരുന്ന വസ്തു, അത് അപ്പുറത്തെ പ്രമാണം അങ്ങറ്റത്തെ ട്രസ്റ്റിന്റെ പ്രമാണം കൊണ്ട് പണയം വെച്ചിട്ട് ഇവിടുന്ന് 10 സെന്റ് സ്ഥലം വാങ്ങിച്ചു. കടം എടുക്കുമ്പം ട്രസ്റ്റിന്റെ പേർക്ക് കിട്ടത്തില്ല, വ്യക്തിയുടെ പേർക്കേ എഴുതാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്കുള്ള വസ്തുവിന്റെ പ്രമാണം കൊണ്ട് വെച്ചിട്ടാണ് ഈ വസ്തു, അതായത് ഈ ഓഫീസ് ഇരിക്കുന്ന വസ്തു വാങ്ങിച്ചത്. അതല്ലാതെ ഇത് ഇപ്പൊ ഇത്രയും ഭാഗം ഈ 84 സെന്റ് സ്ഥലം ഈ ട്രസ്റ്റിന്റെ പ്രവർത്തിക്കുന്നതാണ്. ഇതല്ലാതെ എനിക്കുണ്ടെന്ന് പറയാനെ കൊണ്ട് 6 സെന്റ് സ്ഥലം, ഒരു കൊച്ചൊരു വീട്, അതായത് അനാമിക വിഷ്ണു ഇപ്പൊ താമസിക്കുന്ന വീട് എനിക്കുള്ളത്. ഇതല്ലാതെ പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത്, അതായത് 2003 ആ സമയത്ത് എൻ്റെ അമ്മ എനിക്ക് തന്നൊരു 3-4 സെന്റ് സ്ഥലം ഓഗിരി കൊച്ചൊരു വീടുമുണ്ട്. അത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ. എൻ്റെ കല്യാണം കഴിക്കുന്ന സമയത്ത്, എൻ്റെ കല്യാണ സമയത്ത് 2001, 2002 ആ സമയത്ത് എനിക്ക് അമ്മ തന്ന ഒരു 4 സെന്റ് സ്ഥലം പത്തനാപുരത്തുണ്ട്. അതല്ലാതെ എൻ്റെ പേരിൽ 1 സെന്റ് വസ്തു ഈ ലോകത്തില്ല. എൻ്റെയോ എൻ്റെ മക്കളുടെയോ പേർക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. എൻ്റെ ആധാറിന്റെ നമ്പർ, എൻ്റെ മക്കളുടെ എല്ലാ ആധാറിന്റെ നമ്പർ തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ അന്വേഷിക്കാം. 2 ബാങ്കിലേ എനിക്ക് ആകെ അക്കൗണ്ടുള്ളൂ. നിങ്ങൾക്ക് അവിടെ അന്വേഷിക്കാം. പാസ്ബുക്കിന്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ സത്യസന്ധമായുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചറിയുക. അന്വേഷിച്ച് മാത്രം നിങ്ങൾ സംസാരിക്കുക. മാനസികമായിട്ട് എന്നെ ഇനിയും തളർത്താൻ നിൽക്കരുത്. ഇതിപ്പോൾ റിയാക്ഷൻ വീഡിയോ ആയിട്ട് യൂട്യൂബർമാർ എടുത്തിടും എല്ലാവരും. ഇപ്പം എന്നെയിലെ മാംസ കഷ്ണങ്ങളായിട്ടാണ് കാണുന്നത്, കുത്തിക്കൊണ്ട് പോകാൻ.
ഇങ്ങനെ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ കൊത്തിക്കൊണ്ട് പോയി എന്തിനു വേണ്ടിയിട്ടാ? യൂട്യൂബിലിട്ട് പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. അതല്ലേ അവരുടെ ലക്ഷ്യം? അല്ലെങ്കിൽ ഈ കള്ളത്തരങ്ങൾ ഇങ്ങനെ യൂട്യൂബിനകത്ത് ഇങ്ങനെ ഇടുവോ? അവരിടുന്ന കള്ളത്തരങ്ങൾ ഇടുന്നത്, അതായത് കഴിഞ്ഞ ഇന്നൊരു വീഡിയോ കണ്ട് പൗരസമിതി പിന്മാറി ഞങ്ങളെ വിളിച്ചതാ, അവിടെ പ്രതിഷേധത്തിന് വിളിച്ചതാ എന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഈ പൗരസമിതി എന്ന് പറയുന്ന നമ്മുടെ ഈ തേപ്പുറയുള്ള ആൾക്കാർ ഈ പ്രതിഷേധം, ഈ എങ്ങോ കിടക്കുന്ന കോട്ടയത്തൊക്കെ കിടക്കുന്ന സുറുമിയും സഫിയ ബീബി അവരെയൊക്കെ വിളിക്കുന്ന സമയത്ത് അവരിങ്ങോട്ടൊന്ന് വന്ന്, അതിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ഇങ്ങോട്ടൊന്ന് വന്ന് ഇവിടെ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഇന്ന പോലെ ഞങ്ങൾ അറിയുന്നു, ഇന്നതൊക്കെ സത്യമാണോ ഞങ്ങൾക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമല്ലേ ഒരു പ്രതിഷേധം നടത്താണ്ടേ ഉള്ളൂ. അവര് പൗരസമിതി ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ കോട്ടയത്ത് കിടക്കുന്ന ആൾ ഈ സ്ഥാപനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എങ്ങോ ഒരു റൂമിലിരുന്ന് ഒരു വീഡിയോ ചെയ്യുന്ന ആള് ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? വിശ്വസിപ്പിക്കാൻ എനിക്ക് ഇവിടെ വന്നാൽ, ഞാൻ ഓരോരുത്തരുടെ വീടുകളിൽ പോയി എനിക്ക് തെളിവ് നിരത്താൻ പറ്റുമോ? നിങ്ങൾ ഇവിടെ വന്നാലല്ലേ, എൻ്റെ കാര്യം അറിഞ്ഞാലല്ലേ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. തേപ്പുപാറ വന്നിട്ട് ഇവിടെ പറയുന്നതായിട്ട് രാത്രി 11 മണിക്ക് ശേഷം ഇഷ്ടംപോലെ വില കൂടിയ വണ്ടികൾ ഓടിയോ അങ്ങനെയുള്ള ഒരുപാട് വണ്ടികൾ ഇവിടെ വരുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ആ വണ്ടികളെ പിടിച്ചു നിർത്തുന്നില്ല നാട്ടുകാർ? ചോദിക്കുന്നില്ല നിങ്ങൾ? കള്ളത്തരം പറയുമ്പോൾ അത് വിശ്വസിക്കത്തക്ക രീതിയിലുള്ളത് പറയണ്ടേ? എന്നെ പേടിയാ, ഞാൻ ഗുണ്ടയാ എന്നൊക്കെയാ പറയുന്നത്. എന്തിനാ എന്നെ പേടിക്കുന്നത്? ഞാനൊരു പെണ്ണല്ലേ? ഇത്രയും നാട്ടുകാരുണ്ട്, എന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട്? ഞാൻ ഇവിടെ ആരെയും അടിച്ചിട്ടില്ല. എല്ലാവരും പറഞ്ഞു എന്തേലും പറഞ്ഞ ഉടനെ പീഡനത്തിന് കേസ് കൊടുക്കുന്നു. എത്ര പേർക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്? ഒരാൾ ആ കേസും കൊണ്ട് വന്ന് ഞാൻ പീഡനത്തിന് കേസ് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് അവിടെ സംസാരിക്കുന്ന കേട്ട്. എന്തേലും പറഞ്ഞ അന്നേരം പീഡനത്തിന് കേസ് കൊടുക്കുമെന്ന് ഒരാൾക്കെതിരെ കേസ് കൊടുത്തതൊന്ന് പറയാമോ? ആകെ ഞാനൊരു കേസ് കൊടുത്തത് ഇവിടെ നമ്മള് ഈ റോഡിൽ നിന്ന്, ഈ മെയിൻ റോഡിൽ നിന്ന് ഈ താഴോട്ട് ഇറങ്ങുന്നിടത്ത് ഞാനൊരു ബോർഡ് വെച്ചു. ആ ബോർഡ് വെക്കാൻ കാരണമെന്ന് വെച്ചാൽ ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2-3 കുഞ്ഞുങ്ങളെ രാത്രി ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ കൊണ്ടുവരാനെ കൊണ്ട് അവർക്ക് വഴി തെറ്റി അവർ പ്ലാന്റേഷനകത്ത്, ഇവിടെ നിന്ന് അങ്ങോട്ട് പ്ലാന്റേഷനാണ് നമ്മുടെ ഈ റോഡ് കഴിഞ്ഞാൽ അങ്ങോട്ട്. അപ്പം ആ ഒരു വഴി തെറ്റി പ്ലാന്റേഷനകത്തൊക്കെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് അവർ അങ്ങ് കൊടുമണ്ണ് പോയിട്ടാ തിരിച്ചു വന്നേന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒരു ബോർഡ് വെക്കണം. ബോർഡ് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ വരുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാത്രിയൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പം അല്ലെങ്കിൽ അമ്മമാരെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ബുദ്ധിമുട്ടും, അതുകൊണ്ട് ഒരു ബോർഡ് വെക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ടാണ് ഞാൻ ആ മേളിൽ ഒരു ബോർഡ് വെച്ചത്. ബോർഡ് വെച്ചത് നമ്മൾ ഈ റോഡിലാണ് വെച്ചത്. ഈ റോഡിൽ ആരെയും വസ്തുവിനകത്തല്ല വെച്ചത്, റോഡിനകത്താണ് വെച്ചത്. അപ്പൊ ആ റോഡിനകത്ത് ബോർഡ് വെച്ചപ്പോഴത്തേന് തൊട്ടടുത്തിരിക്കുന്നു, അതായത് നിങ്ങൾ കണ്ടു കാണും, മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞു. അന്ന് അവരുമായിട്ട് ഭയങ്കരമായിട്ട് ബോർഡ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായി. നമ്മൾ അഡ്വർടൈഷനിൽ പോയി പരാതി കൊടുത്തു. പിടിച്ചതിലൊക്കെ ഉണ്ടായി. അഡ്വർടൈഷനിൽ പോയി പരാതി കൊടുത്തു. CA പറഞ്ഞ് അവിടെ ഇരിക്കട്ടെ, റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ട് സൗകര്യമായിട്ട് അപ്പുറത്തോട്ട് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് അന്ന് പറഞ്ഞ് മിലിറ്ററി ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി. ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എന്തുവേണ്ടി ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ അങ്ങനെ ചെയ്യുമോ? എല്ലാവർക്കും എന്നെ പേടിയാ. അതിനകത്ത് ഒരു വ്യക്തി, എനിക്കറിയില്ല, പുള്ളിക്കാരനെ ഞാൻ കണ്ടിട്ട് കൂടിയില്ല, പറഞ്ഞു ഇതേപോലെ എന്നെ ഭയങ്കര പേടിയാ, ഞാൻ ഗുണ്ടയാ ഓരോന്നൊക്കെ പറയുന്നൊക്കെ. ശരിക്കും ഞാൻ ഈ തേപ്പുറയിലുള്ള ഒരു മനുഷ്യരെയും ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആരെയും ഒന്ന് പറയട്ടെ, ഞാൻ ആരെയും ഒന്നും പറയാൻ ഇതുവരെ നിന്നിട്ടില്ല, പോയിട്ടുമില്ല. ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുന്ന വണ്ടിയിലാണ് പോകുന്നത്, തിരിച്ചിതിൽ ഇവിടെ വണ്ടിയില്ല വന്നിറങ്ങുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവരെയൊക്കെ എന്തോ പറയാനാണ്? അല്ല, ഇപ്പൊ എന്നെ പോലൊരു പെണ്ണ്, എനിക്ക് ഈ പറയുന്ന കണക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. നമ്മൾ ഈ സ്ഥാപനം കൊണ്ടുവന്ന് നമുക്ക് ഓരോ സ്പോൺസർമാരെ വിളിച്ച് നമ്മൾ ഓരോ ദിവസത്തെ ഭക്ഷണം ഇവിടെ നടത്തുന്നു. അതല്ലാതെ എനിക്ക് എന്തോ സ്വാധീനമാണുള്ളത്? നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കുന്നു, മെമ്പർമാരെ, വാർഡ് മെമ്പർമാരെ വിളിക്കുന്നു, നമ്മുടെ MLA വിളിക്കുന്നു. അതീ കവിഞ്ഞ് അവരോടൊരു സൗഹൃദമില്ല. അവർ വരുന്നു, അവർ ഫംഗ്ഷന് പങ്കെടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് പോകുന്നു. ആ വരുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷം, ചിരി, ചിലപ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, അന്നേരം അവിടെ നിന്ന് പോകും, അമ്മമാരും കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാവരും കൂടെ. അതല്ലാതെ എന്തോ ഇതാണ് സ്വാധീനമാണ് എനിക്കുള്ളത്. നിങ്ങൾ ഈ യൂട്യൂബർമാരെല്ലാം കൂടി ഇങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങൾക്കറിയുമോ, ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് അന്നദാനമില്ല. ഒരു മനുഷ്യരും ഒരു അന്നദാനം ഇവിടെ നടത്തുന്നില്ല. ഭക്ഷണമായിട്ടോ അരി സാധനമായിട്ടോ ഇവിടെ കൊണ്ടുവരുന്നില്ല. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ട്. പക്ഷെ അമ്മമാരെ പട്ടിണി കിടത്തില്ല ഞങ്ങൾ.
എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും അമ്മമാരെ പട്ടിണിക്കിട ഇടത്തില്ല. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ്. ഈ സ്ഥാപനം പൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ്? ഈ സ്ഥാപനം പൂട്ടണം എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് കിട്ടുന്ന സംതൃപ്തി എന്താണ്? ഇവിടുത്തെ അമ്മമാരെ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് ഈ അമ്മമാരോടല്ലേ ചോദിക്കണ്ടേ? സാമൂഹ്യനീതി വകുപ്പ് ഇപ്പൊ 3-4 പ്രാവശ്യം ഇവിടെ വന്ന് കൗൺസിലിംഗ് നടത്തി അമ്മമാരോട് സംസാരിച്ചു, മാറ്റിയിരുത്തി സംസാരിച്ചു. എൻ്റെ അമ്മമാർക്കൊന്നും പരാതിയില്ല. കോട്ടയത്തും എറണാകുളത്തും കൊച്ചിയിലും കിടക്കുന്ന നിങ്ങൾക്കാണോ പരാതി? അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ പൗരസമിതിക്കാരുണ്ട്, ഇവിടെ അറിയപ്പെടുന്ന വ്യക്തികളുണ്ട്. നല്ലതിന് വേണ്ടിയിട്ട് വരിക, സന്തോഷത്തോടെ വന്ന് നമ്മളെ കണ്ട് സംസാരിച്ച്, അമ്മമാരെ കണ്ട് സംസാരിച്ച്, നല്ലതിന് വേണ്ടി നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം വരിക. അതല്ലാതെ മനസ്സിൽ മറ്റൊന്ന് വെച്ചിട്ട് നമ്മുടെ വാർഡ് മെമ്പർ ചെയ്ത പോലെ രാവിലെ വന്ന് അനാമിയുടെ അടുത്ത് കുഞ്ഞിന്റെ അടുത്ത് വരെയും കൊഞ്ചിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് രാവിലെ ഇറങ്ങിപ്പോയിട്ട് കാണാം വൈകുന്നേരം റിയാക്ഷൻ വീഡിയോ യൂട്യൂബറിന്റെ വീഡിയോക്കകത്ത് വരുന്നു. അങ്ങനെയാണോ ചെയ്യേണ്ടത്? 2 മുഖമല്ല, നമുക്ക് ഒരു മുഖമാണ് വേണ്ടത്. ഇപ്പോഴും നമ്മുടെ മനുഷ്യന് ഒരു മുഖം. 2 മുഖം എന്തിനാ കാണിക്കുന്നത്? നമ്മളോടൊന്ന് കാണിച്ച് അങ്ങോട്ട് പോയി വേറൊന്ന് കാണിച്ച് ഇതിലെന്താണ് പ്രയോജനം?